ഹലോ എവ്രി വൺ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ശരിക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മുടെ പേരൻസും നമ്മുടെ കസിൻസും നമ്മുടെ ബ്രദേഴ്സും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന നമ്മുടെ നെയ്ബേഴ്സും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണെന്ന്. അല്ലേ? എന്താണ് അവരൊക്കെ അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും അതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ ഈ ഒരു 15-ാം വയസ്സിലാണ് നമ്മൾ മിക്കവാറും എല്ലാ കുട്ടികളും, അല്ലേ, നമ്മളെല്ലാം 15-16 വയസ്സുകളിലാണിപ്പോൾ. അപ്പോൾ ഈ ഒരു 15, 16, 17, ഒരു 20 വയസ്സ് വരെ ഈ ഒരു 5 വർഷക്കാലമാണ് നമ്മൾ അതിന് ശേഷമുള്ള നമ്മുടെ 60 വയസ്സ് വരെ, ഇല്ല ഒരു 60 വർഷം, ഇല്ല ഒരു 70 വർഷം എങ്ങനെ ആയിരിക്കണമെന്ന് ഡിഫൈൻ ചെയ്യുന്ന 5 വർഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 5 വർഷമാണ് നമ്മുടെ ആ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മളോട് പലരും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫഷനാണ്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാരും ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ലക്ഷ്യം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൊഫഷൻ ആയിരിക്കും നിങ്ങൾ ലക്ഷ്യം കണ്ടു വെച്ചിരിക്കുക, ഇല്ലെങ്കിൽ എന്തായിത്തീരണമെന്ന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾ ലക്ഷ്യം കണ്ട് വെച്ചിരിക്കുക. പക്ഷേ ബെസ്റ്റ് പ്രൊഫഷൻ മാത്രമല്ല, ആ ബെസ്റ്റ് പ്രൊഫഷനിൽ ബെസ്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായ കാരണം. അപ്പോൾ ബെസ്റ്റ് പ്രൊഫഷൻ നമ്മളിപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലൊക്കെ കാണുന്ന ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഫോർ ഇൻസ്റ്റൻസ് നമ്മൾ ഒരു ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, ഒരു ടീച്ചർ ആവുക, ഇല്ലെ സയൻറ്റിസ്റ്റ് ആവുക. അപ്പോൾ ആ ഒരു ബെസ്റ്റ് പ്രൊഫഷൻ ആയിട്ടൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ വെറുതെ ഒരു ഡോക്ടർ ആയാൽ പോരാ, അല്ലെങ്കിൽ വെറുതെ ഒരു എഞ്ചിനീയർ ആയാൽ പോരാ. ആ എഞ്ചിനീയർമാരിൽ ബെസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഡോക്ടർമാരിൽ ബെസ്റ്റ് ആവുക, സയൻറ്റിസ്റ്റുമാരിൽ ബെസ്റ്റ് ആവുക. അപ്പോൾ ബെസ്റ്റ് പ്രൊഫഷൻ മാത്രമല്ല, ആ ബെസ്റ്റ് പ്രൊഫഷനിൽ ബെസ്റ്റായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ ബെസ്റ്റ് പ്രൊഫഷനിൽ ബെസ്റ്റ് ആവുക എന്ന് പറയുന്നതിൽ ഏറ്റവും റൂട്ട് കിടക്കുന്നത് നമ്മുടെ ഈ ഒരു സമയത്താണ്. അപ്പോൾ നമ്മൾ ബെസ്റ്റ് പ്രൊഫഷനും ബെസ്റ്റ് ആൾക്കാരും ഒക്കെ ആയിത്തീരുന്നതിന് മുൻപ് ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്നുള്ളത് നമ്മളെ ആ ഒരു ബെസ്റ്റ് കാര്യത്തിലേക്ക് നയിക്കുന്ന ഒരു പേയ്മെൻ്റാണ്, ഒരു വഴിയാണ്, അല്ലേ? അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ IITs, ഇല്ല NITകൾ, ഇല്ല ജിമ്മർ, എയിംസ്, അതുപോലെയുള്ള ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു ഹയർ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ IITകളിൽ, NITകളിൽ, ജിമ്മറിൽ, എയിംസിലൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ബ്രില്യൻറ്റ് പാല ഒരുക്കുന്ന നിങ്ങളുടെ ഒരു ഗോൾഡൻ ചാൻസ് എന്നൊക്കെ പറയാം, നിങ്ങളെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, ഇല്ലെങ്കിൽ ആ ഒരു ബെസ്റ്റ് ലൈഫിലേക്ക് നയിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ്, അല്ലെങ്കിൽ ഒരു ചാനൽ തുറന്നു തരികയാണ്. അതാണ് നമ്മുടെ IIT എയിംസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. 2 വർഷത്തെ 10ാം ക്ലാസ്സിന് ശേഷം ഉള്ള +1, +2 2 വർഷത്തെ IIT എയിംസ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ്. അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമ്മളെ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ നമ്മളെ ഒരുക്കി, നമ്മളെ കാർവ് ചെയ്ത് നമ്മളെ അവിടേക്ക് എത്തിച്ച് ചേർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി ഒന്ന് കാണുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുക. ഇപ്പോൾ ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഒരു മാത്സ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന്, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് നമുക്ക് ചേരുന്നതിന് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെ ബെസ്റ്റ് കുട്ടികളെ, നമ്മളെ ബെസ്റ്റ് പ്രൊഫഷനിലേക്കും ബെസ്റ്റ് ലൈഫിലേക്കും ഒക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ബെസ്റ്റ് കുട്ടികളെ തിരഞ്ഞെടുക്കണം, അല്ലേ? അപ്പോൾ ഈ ബെസ്റ്റ് കുട്ടികളെ തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ബെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ട് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എഴുതുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റിലേക്ക്, ഇല്ലെങ്കിൽ ആ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നമ്മുടെ ഫിസിക്സ്, നിങ്ങളുടെ ഈ കോഴ്സുകളുടെ നീറ്റാണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ ഏതൊരു എൻട്രൻസ് എക്സാം ആണ് എങ്കിലും നമ്മുടെ മെയിൻ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജിയാണ്. അപ്പോൾ ആ ഒരു 4 സബ്ജക്ട്സ്, സയൻസ് സബ്ജക്ട്സുമായിട്ട് മാത്രം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ് നമ്മുടെ ഈ IIT എയിംസിലേക്കുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ മാത്സ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ മാത്സിൻ്റെ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ സിലബസ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുക. എൻ്റെ പേര് ജോബിൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, സിലബസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ റിയൽ നമ്പേഴ്സ് നമ്മൾ 8 മുതൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള
ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ അകത്തെ അന്ന് മുതൽ ആ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ആ കുറേ കാര്യങ്ങൾ എല്ലാം നമ്മുടെ മൈൻഡിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യണം, നിങ്ങൾ റിക്കളക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താണ് റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് റാഷണൽ നമ്പേഴ്സ് ഒരു മെയിനായിട്ടുള്ള ഡിവിഷനാണ്. റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും. അപ്പോൾ ആ റാഷണൽ നമ്പേഴ്സിൻ്റെയും ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും സ്പെഷ്യാലിറ്റീസ് ഒക്കെ, അതില്ലെങ്കിൽ അതെന്താണ്, ആ ഡിവിഷൻ എന്താണ്, ഇല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. കുറേ ഓപ്ഷൻസ് ഉണ്ട്, എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ ക്വസ്റ്റ്യൻസ് ഇതായിരിക്കും, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാകും, അതിലെ ഇറാഷണൽ നമ്പർ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. അപ്പം നമ്മൾ റാഷണൽ നമ്പർ ഏതാണ്, ഇറാഷണൽ നമ്പർ ഏതാണ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നമുക്കുള്ള റിയൽ നമ്പേഴ്സിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് തന്നെ പല ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഓൾ നമ്പേഴ്സ് ഉണ്ട്, പ്രൈം നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റീജേഴ്സ് ഉണ്ട്, കോമ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ട്, റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ പല ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ നമ്പേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കണം. ഇല്ല ആ നമ്പേഴ്സിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇല്ല എന്താണ് ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. അതൊക്കെ നമ്മളൊരു 6ാം ക്ലാസ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിൽ കൂടുതലായിട്ടും വരിക റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ, റാഷണൽ നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന പല ഫോംസ് ഉണ്ട്. ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യും അല്ലേ. ഫ്രാക്ഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, പ്രോപ്പർ ഫ്രാക്ഷൻ ഉണ്ട്, മിക്സ്ഡ് ഫ്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ വ്യത്യാസങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഫ്രാക്ഷനായിട്ട് മാത്രമല്ല ഡെസിമൽസ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഡെസിമൽസിൻ്റെ അകത്തും ഈ പറഞ്ഞതുപോലെ ഒരു 3 ടൈപ്പ് ഓഫ് ഡെസിമൽ ഫോംസ് ഉണ്ട്. ഒന്ന് ടെർമിനേറ്റിംഗ് ഡെസിമൽസ് അല്ലേ, അതായത് ഡെസിമൽ എവിടെയെങ്കിലും എൻഡ് ചെയ്യുന്നതിനെയാണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽസ്, അത് എൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഡോട്ട് ഇട്ട് നമ്മളൊരു നമ്പേഴ്സ് 2 നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുകയാണ്, ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ ഡെസിമൽ ഫോം ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ നോൺ ടെർമിനേറ്റിംഗ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ നോൺ ടെർമിനേറ്റിംഗിൽ തന്നെ വേറെ ഒരു വിഭാഗമുണ്ട്, അതാണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ്. ഇതിലേതെങ്കിലും പർട്ടിക്കുലർ ഡിജിറ്റോ, ഒന്നെങ്കിൽ ഒരു ഡിജിറ്റോ അല്ലെങ്കിൽ ഒന്നിലധികം ഡിജിറ്റ്സോ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡെസിമൽസിൻ്റെ അകത്ത് ഒന്നിലധികം ഡിജിറ്റ്സോ റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് ഫ്രാക്ഷനായിട്ടും ഡെസിമൽസ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യുന്നതിനെ പറ്റി ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവുക. ഏതാണ് നമ്മുടെ റാഷണൽ നമ്പർ. ഓക്കെ, ഇനി റെപ്രസെൻറ്റേഷൻ ഓൺ നമ്പർ ലൈൻ. നമ്പർ ലൈൻ നമുക്കറിയാം അല്ലേ. നമ്പർ ലൈനിൽ ഈ നമ്പേഴ്സ്, എസ്പെഷ്യലി ഈ റാഷണൽ നമ്പർ എന്താണ് നമ്പർ ലൈനിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉള്ള ടോപ്പിക്ക്, ഇല്ലെങ്കിൽ അത് നമ്മൾ ഒരു 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് റിക്കളക്ട് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ലാസ്റ്റ് ഈ ഓൾ ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഇൻറ്റീജേഴ്സും ഒക്കെ പറഞ്ഞ ആ ടൈപ്പ് ഓഫ് നമ്പേഴ്സിൻ്റെ അകത്തുള്ള വേരിയസ് ഓപ്പറേഷൻസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ആ ഓപ്പറേഷൻസ് മാത്രമല്ല, ആ ഓപ്പറേഷൻസ് കഴിയുമ്പോൾ അതിനോടൊപ്പമുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ. നമ്മുടെ കുറേ പ്രോപ്പർട്ടീസ്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അഡിറ്റീവ് ഇൻവേഴ്സിൽ, അങ്ങനെയുള്ള എല്ലാ പ്രോപ്പർട്ടീസും പഠിച്ച് വയ്ക്കുക. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഇത് സ്പെഷ്യലായിട്ട് പഠിച്ചു പോയേക്കുന്ന എല്ലാ നമ്പേഴ്സിനെ പറ്റിയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ അകത്തുനിന്ന് ചോദിക്കുന്ന ആ ഒരു സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു പോയവർക്കറിയാം, അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് ഏതെങ്കിലും ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം. ലീനിയർ ഇക്വേഷൻസ് 2 ടൈപ്പ്, ഇൻ 1 വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഇൻ 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം, അപ്പോൾ രണ്ടാണെങ്കിലും ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ അതുപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ് എങ്കിലും അതിൻ്റെ അകത്ത് സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട് അല്ലേ. നമുക്കറിയാം AX + B = 0 എന്ന് പറയുന്നതാണ് ഇൻ 1 വേരിയബിളിൻ്റെ ലീനിയർ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അതുപോലെ തന്നെ AX + BY + C = 0 എന്ന് പറയുന്നതാണ് നമ്മുടെ ഏതാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം, ഇനി അതുപോലെ തന്നെ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1 വേരിയബിൾ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇൻ 2 വേരിയബിൾസ് ആണെങ്കിൽ എക്സിൻ്റെയും അതുപോലെ തന്നെ വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ളത് സൊല്യൂഷൻ നമുക്ക് 2 തരത്തിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ വൈസ് കണ്ടുപിടിക്കുന്ന മെത്തേഡുണ്ട്, മെത്തേഡ്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡുണ്ട്, അതുപോലെ തന്നെ ടെർമിനേഷൻ മെത്തേഡുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ, 2 വേരിയബിൾസിൻ്റെ ഫാക്ടറാണ് പറയുന്നത്. 2 വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിൾ ടെർമിനേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു വേരിയബിളിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആ 2 മെത്തേഡ്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, വേർഡ് പ്രോബ്ലംസ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ 2 ഇക്വേഷൻസ്, ഒരു ഇക്വേഷൻ ആയിരിക്കില്ല, 2 ഇക്വേഷൻസോ ഇല്ലെങ്കിൽ ഒന്നിലധികം ഇക്വേഷൻസ് ഉണ്ടാകുന്ന ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുപോലെ തന്നെയുള്ളതാണ് നേച്ചർ ആൻഡ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്, അല്ലേ? അതായത് നമ്മുടെ സൊല്യൂഷൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയാം. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിൽ കുറേ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, 1, 2, 3 ഇക്വേഷൻസ്, ലീനിയർ ഇക്വേഷൻസ് തരാം. ആ ഇക്വേഷൻസ് വെച്ചിട്ട് അതിൻ്റെ നേച്ചർ പറയുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺസിസ്റ്റൻസി കണ്ടീഷൻ, ഇൻകൺസിസ്റ്റൻ്റ് ആകുന്നത്, അതായത് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആവുക, അതായത് സൊല്യൂഷൻ ഇല്ലാണ്ടാവുക. ഇനി അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ ഒരു സൊല്യൂഷൻ ആണോ അതോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണോ, അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കും ഇതിൻ്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് പോളിനോമിയൽസ് ആണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, അല്ലേ? പോളിനോമിയൽസ്. അപ്പോൾ എന്താണ് പോളിനോമിയൽസ് എന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് ഉണ്ട്. അപ്പോൾ പല തരത്തിലുള്ള പോളിനോമിയൽസ് ഉണ്ട്. അപ്പോൾ ആ പോളിനോമിയൽസ് എങ്ങനെയാണ് പലതരത്തിൽ 2 രീതിയിൽ അതിനെ നമുക്ക് തരംതിരിക്കാൻ ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് പറയാം. ഒന്ന് ടേംസിൻ്റെ കണക്കിൽ പറയാം, ഇൻ ടേംസ് ഓഫ്, അതായത് എത്ര ടേം ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് ഈ പോളിനോമിയൽസിനെ പല ടൈപ്പ് പോളിനോമിയൽസ് ആയിട്ട് പറയാം. അതായത് ഒരു ടേം ആണെങ്കിൽ നമ്മൾ മോണോമിയൽ എന്ന് പറയും, അല്ലേ? 2 ടേം ആണെങ്കിൽ ബൈനോമിയൽ, 3 ടേം ആണെങ്കിൽ ട്രൈനോമിയൽ. അങ്ങനെ ടേംസ് എത്രയാണോ അത് വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ് ഒരു തരം. ഇനി അതുപോലെ തന്നെ ഡിഗ്രി വെച്ചിട്ട് നമ്മൾ പറയും. ഈ വേരിയബിൾസിൻ്റെ ഡിഗ്രി എത്രയാണോ എന്ന് വെച്ചിട്ട് നമ്മൾ അതിനെ പലതരത്തിലുള്ള പോളിനോമിയൽസ് ആണ് എന്ന് പറയും. കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ എന്ന് പറയുമ്പോൾ വേരിയബിൾസിൻ്റെ പവർ 0, ഡിഗ്രി 0 ആയിരിക്കും. ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ വേരിയബിളിൻ്റെ പവർ 1 ആയിരിക്കും. അതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, ക്യൂബിക് ഇക്വേഷൻ ഉണ്ട്, ബൈക്വാഡ്രാറ്റിക് ഉണ്ട്. അങ്ങനെ ഡിഗ്രി വെച്ചിട്ടും ടേംസ് വെച്ചിട്ടും ഈ പോളിനോമിയൽസിനെ പല തരത്തിലുള്ള പോളിനോമിയൽസ് ആണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതാണ് ഈ സ്റ്റാൻഡേർഡ് ഫോം എന്നൊക്കെ പറയാം, അല്ലേ? സ്റ്റാൻഡേർഡ് ഫോം ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ഈ പോളിനോമിയൽസിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ്, നമുക്ക് അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ എങ്ങനെയാണ് ഒരു പോളിനോമിയലിൽ നടക്കുന്നതില്ല, എങ്ങനെയാണ് അത് ആ പോളിനോമിയൽസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയുള്ള പ്രോബ്ലംസും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവാം. ഇനി 2 തിയറംസ്. ഫാക്ടർ തിയറം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഫാക്ടർ തിയറം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്. നമ്മുടെ ഒരു പോളിനോമിയലിന് ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ P(a) = 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ x - a എന്ന് പറയുന്നത് ആ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണ് എന്ന് പറയുന്ന ഒരു തിയറം. അപ്പോൾ ആ ഒരു തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതുപോലെ തന്നെയുള്ള തിയറമാണ് അടുത്ത തിയറമാണ് റിമൈൻഡർ തിയറം, അല്ലേ? റിമൈൻഡർ തിയറവും വളരെ ഫെമിലിയർ ആണ്. ഈ ഒരു പോളിനോമിയലിനെ x - a കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് P(a) തന്നെയായിരിക്കും. അതായത് P(x) എന്ന് പറയുന്ന ഒരു പോളിനോമിയലിനെ x - a കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് P(a) തന്നെയായിരിക്കും. പോളിനോമിയലിൽ ആ a എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും നമുക്ക് ഈ x - a വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത്. അതാണ് റിമൈൻഡർ തിയറം. അപ്പോൾ ആ റിമൈൻഡർ തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത്, ഈ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ഉണ്ടാവും. ഇനി 0 ഓർ റൂട്ട്സ് ഓഫ് എ പോളിനോമിയൽ. 0 എന്ന് പറയുന്നതും റൂട്ട് എന്ന് പറയുന്നതും ഈ എക്സിൻ്റെ ടേംസിലാണ് പോളിനോമിയൽ, അല്ലെങ്കിൽ ഏത് വേരിയബിൾ ആണോ ആ വേരിയബിളിന് വരാൻ സാധ്യതയുള്ള വിലകളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റൂട്ട്സ് അല്ലെങ്കിൽ 0 എന്ന് വിളിക്കുക. അപ്പോൾ ആ ഒരു പോളിനോമിയൽ = 0 ആവുന്നത് ആ വേരിയബിളിന് എന്ത് വാല്യൂ വരുമ്പോഴാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ്. അല്ല, ആ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, 0 അല്ലെങ്കിൽ 0 ഓഫ് ദി പോളിനോമിയൽ അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് ദി പോളിനോമിയൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത്, ഈ പോളിനോമിയൽസിൻ്റെ അകത്ത് വളരെ സ്ട്രെസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതായത് ഡിഗ്രി 2 വരുന്ന പോളിനോമിയൽ. അപ്പോൾ അതിന് വേണ്ടി തന്നെയുള്ള ഒരു ചാപ്റ്റർ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്കറിയാം എന്താ, പവർ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്രയാണോ അത്രയും സൊല്യൂഷൻസ് ഉണ്ടാവും, ഇല്ല അത്രയും റൂട്ട്സ് ഉണ്ടാവും, അല്ലേ? അപ്പം അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മുടെ ഈ എക്സാമിന് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കാം. അടുത്ത ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്.
അരിത്തമെറ്റിക് സീക്വൻസ് നമുക്കറിയാം എന്താ, അതിൻ്റെ അകത്തും ബേസിക് ആയിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. സീക്വൻസ് എന്താണ്, സീരീസ് എന്താണ്, അതുപോലെ തന്നെ പ്രോഗ്രഷൻ എന്താണ്, ഈ ഒരു 3 ടേംസ് തമ്മിലുള്ള വ്യത്യാസം ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. സീക്വൻസ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഓർഡറിന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ്. ഈ സീക്വൻസുകളുടെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സീരീസ് എന്ന് വിളിക്കുക. പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ബേസിക്കലി പ്രോഗ്രഷൻ ഒരു സീക്വൻസ് ആണ്, പക്ഷേ അതിൻ്റെ അകത്തൊരു പർട്ടിക്കുലർ എന്താണ് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യാലിറ്റി ഉള്ള സീക്വൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പ്രോഗ്രഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെ ഈ 3 ടേംസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഇനി ആ പ്രോഗ്രഷൻ എടുത്ത് കഴിയുമ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലേക്ക് കയറി കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള പല ടേംസ് നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, ഇല്ല ഫസ്റ്റ് ടേം ഉണ്ട്, ഇല്ലെങ്കിൽ ടേംസിനെ എക്സ്പ്രസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. 3 ടേംസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ടേം എന്ന് പറയുന്നത്, ഇല്ല 3 ടേംസ് കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള റിലേഷൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള കുറേ അതിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ nth ടൈം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു പോർഷനാണ്. nth ടൈം കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് nth ടൈമിൻ്റെ ഇക്വേഷൻ അറിയാം അല്ലേ, a+n-1 × d. അപ്പോൾ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സം ഓഫ് n ടൈംസ് ആണ്. സം ഓഫ് n ടൈംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 ഇക്വേഷൻസ് പറയാം, അല്ലെങ്കിൽ ബേസിക്കലി ഒരു ഇക്വേഷൻ n/2 × 2a+n-1 × d അല്ലേ. d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, a എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈംസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം n/2 × a+l ലാസ്റ്റ് ടൈം, ഫസ്റ്റ് ടൈമും ലാസ്റ്റ് ടൈമും ആഡ് ചെയ്ത് n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ nth ടൈമിൻ്റെ ഇക്വേഷനും സം ഓഫ് n ടൈംസിൻ്റെ ഇക്വേഷനും വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന്, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ, അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിക്കാനായിട്ടില്ല. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അത്രയും പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് കുറേ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരുപാട് ചിന്തിച്ച് ചെയ്യേണ്ട കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ടോപ്പിക്ക് വൈസ് ഇതൊരു ചെറിയ ചാപ്റ്റർ ആണ് എന്ന് പറഞ്ഞാലും, ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, 2 ഇക്വേഷൻ അല്ലെങ്കിൽ 3 ഇക്വേഷൻസേ പഠിക്കാനുള്ളൂ എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് നമുക്ക് പല രീതിയിൽ ചോദിക്കാം. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻസിൽ നിന്ന് ചോദിക്കുക, സീക്വൻസിൽ നിന്ന് ചോദിക്കുക. ഇനി അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ മുമ്പ് പോളിനോമിയൽ പറഞ്ഞു, അതിൻ്റെ ഒരു ബാക്കിയായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ പോളിനോമിയലിൻ്റെ അകത്ത് നമ്മൾ വിവിധ തരത്തിലുള്ള പോളിനോമിയൽസിൻ്റെ കാര്യം പറഞ്ഞു. അതിൻ്റെ അകത്ത് ഡിഗ്രി വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, അതായത് 2 ഡിഗ്രി വരുന്ന പവറിൽ 2 വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പോളിനോമിയൽസിൻ്റെ റൂട്ട് പഠിക്കുക, ഇല്ല റൂട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 0 കണ്ടുപിടിക്കുക. അപ്പോൾ അത് പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഫാക്ടറൈസിങ് മെത്തേഡ് ഉണ്ട്, ഇല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന് പറയുന്ന മെത്തേഡ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അല്ലെങ്കിൽ ഫാക്ടറൈസിങ് മെത്തേഡ്, അല്ലെങ്കിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത്, എക്സ് കണ്ടുപിടിക്കുന്നത്. എന്തായാലും ക്വാഡ്രാറ്റിക് ഇക്വേഷന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എത്രയാണോ പവർ, പോളിനോമിയലിൻ്റെ പവർ എത്രയാണോ അത്രയും സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ പവർ 2 ആണ്. അപ്പോൾ എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിനും 2 സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ 2 സൊല്യൂഷൻസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ ഫോർമുല വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. നമുക്കറിയാം ഫോർമുല നമുക്കറിയാം അല്ലേ, -b ± √b² - 4ac / 2a. അപ്പോൾ അത് നമുക്കറിയാം. a എന്ന് പറയുന്നത് h² കോഎഫിഷ്യൻ്റ് ആണ്, b എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, c എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതുണ്ടാവും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇക്വേഷൻ വെച്ച് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്ക്രിമിനൻ്റ്, അല്ലെങ്കിൽ ഒരു ടേമാണ് ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, റൂട്ടിൻ്റെ അകത്ത് വരുന്ന ആ ടേമാണ് b² - 4ac. അപ്പോൾ ആ ഡിസ്ക്രിമിനൻ്റ് എന്താണ് എന്നത് വെച്ച് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ റൂട്ട്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഡിഫൈൻ ചെയ്യാം അല്ലേ. അത് ഡിസ്ക്രിമിനൻ്റ് >0 ആണ് എങ്കിൽ ഇതാണ് റൂട്ട്സ്, അല്ലെങ്കിൽ ഡിസ്ക്രിമിനൻ്റ് <0 ആണെങ്കിൽ ഇങ്ങനെയാണ്, ഡിസ്ക്രിമിനൻ്റ് = 0 ആണെങ്കിൽ ഇങ്ങനെയാണ്. അങ്ങനെ 3 കണ്ടീഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്.
അടുത്ത നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾസ് നമ്മുടെ ജോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് സിമിലാരിറ്റി ക്രൈറ്റീരിയ, 2 ക്രൈറ്റീരിയാസ് ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. സിമിലാരിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, അതുപോലെ തന്നെ കോൺക്രുവൻസി ഉണ്ട്. ട്രയാങ്കിൾസിൻ്റെ കോൺക്രുവൻസിയെ പറ്റി പഠിക്കാനുള്ള 2 കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം എന്ന് പറയുന്ന ഒരു തിയറം പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൈതഗോറസ് തിയറം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച പൈതഗോറസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഏരിയ ഓഫ് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണുന്നതിനെ പറ്റിയുള്ള കുറച്ച് പ്രോബ്ലംസും ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത്. അപ്പോൾ അത് ജോമെട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നതും സർക്കിൾസ് ആണ്. സർക്കിൾസും വളരെ ചെറിയ കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. എന്താണ് സർക്കിൾസ്, എന്താണ്, ഇനി അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള കുറച്ച് ടേംസ് നമുക്കറിയാം. കോഡ്സ് എന്താണ് എന്ന് നമുക്കറിയാം. കോഡ്സിനെ പറ്റി പഠിക്കാനുണ്ടാവും. ഡയമീറ്റർ എന്താണ് എന്ന് പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ സീക്കൻറ്റ്, ടാൻജൻറ്റ്, ഇത്രയും ഈ ടേംസിനെ പറ്റിയാണ് ക്ലിയർ ആയിട്ട്. ഈ ടേംസ് ഒക്കെ എന്താണ് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, ഈ സർക്കിളിൻ്റെ അകത്ത് വരുന്ന ക്വാഡ്രിലേറ്ററൽസിനെ പറ്റി, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതിൻ്റെ ആംഗിൾസിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ ജോമെട്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സുകളിൽ എത്രയാണെങ്കിലും അതൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കുക. ഇനി നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിയാണ്. നമ്മൾ 9ാം ക്ലാസ്സിലും അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് ട്രിഗ്നോമെട്രി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ മാത്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്, അല്ലെങ്കിൽ ഒരു പോർഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സിലും 12ലും, ഇനി നിങ്ങൾ ഏത് പ്രൊഫഷണൽ കോഴ്സിൽ പോയാലും, മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് പ്രൊഫഷണൽ കോഴ്സിൽ പോയാലും ട്രിഗ്നോമെട്രി ഇല്ലാത്ത ഒരു സിലബസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ട്രിഗ്നോമെട്രി, അപ്പോൾ അത്രയും കാര്യമായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള റേഷ്യോസ്, കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ റേഷ്യോസ്, എന്താണ് റെസിപ്രോക്കൽസ്, അങ്ങനെ കുറേ സ്പെഷ്യാലിറ്റീസ് ഇല്ല. നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ട്രിഗ്നോമെട്രിയുടെ അതേ എല്ലാ കാര്യങ്ങളും തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റിൻ്റെ ഒരു പോർഷനായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ അതും നിങ്ങൾ ചില കുട്ടികൾ, മിക്കവാറും എല്ലാവരും തന്നെ 8ാം ക്ലാസ് മുതൽ 8ലും 9ലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ പഠിച്ചു തുടങ്ങിയതാണ്. അതിൻ്റെ അകത്തും ബേസിക് ആയിട്ട് അറിയേണ്ട ഡേറ്റ എന്താണ്, പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് ഐഡിയ, കോൺസെപ്റ്റ്സ് കുറച്ച് ക്ലിയർ ആയിട്ട് വെക്കുക. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ കോൺസെപ്റ്റുകളോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മീൻ, മോഡ്, മീഡിയൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ഇക്വേഷൻസ്, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാത്സിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്, സിലബസാണ്. എന്നാലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ സ്ക്രീനിങ് ടെസ്റ്റിന് എല്ലാവരും നന്നായിട്ട് അപ്പിയർ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നല്ല ഒരു സ്കോറിലേക്ക് എത്തുക. നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുക. നല്ല ബെസ്റ്റ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.